ഹലോ, നല്ല നമസ്കാരം. സു ഫ്രം സുലോചന ഫ്രം സോമേശ്വര. ഇത് കണക്കൊരു സിനിമ കോമഡി ട്രാക്കാണ്. കിടുക്കാച്ച സാധനം. കിടുക്കച്ച് എന്ന് വെച്ചാൽ കിടുക്കച്ച്. ഒരു ചെറിയ കണ്ടന്റ് വെച്ചിട്ട് ഇത്രയും ബ്രില്യൻ്റ് ആയിട്ട് ഒരു സിനിമ മേക്ക് ചെയ്യുക എന്ന് പറയുന്നത് സംഭവം. കാരണം മലയാളത്തിൽ നമ്മുടെ LJPയുടെ അങ്കമാലി ഡയറീസോ അതല്ലെങ്കിൽ ദിലീഷ് പോത്തൻ്റെ മഹേഷിൻ്റെ പ്രതികാരം അങ്ങനെയുള്ള സിനിമകളെ മലയാളി കാണുന്ന ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ചെറിയ പ്ലോട്ട് വച്ചിട്ട് നല്ല കീടലമായിട്ട് മേക്ക് ചെയ്തില്ലേ, ആ ഒരു സാധനമാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചിരിച്ചു മരിക്കാൻ പറ്റിയ ഒരു കീടല സിനിമ. വേറെ ഒന്നും നോക്കണ്ട, പോയി തിയേറ്ററിൽ പോയി അറമാദിച്ചിട്ട് വരാം. കേരള കർണാടക ബോർഡറിലുള്ള ഒരു രസകരമായ ഒരു ഗ്രാമം. ആ ഗ്രാമത്തിൽ ഒരു ചെറിയൊരു മിസ്റ്ററി ചേർന്നൊരു സംഭവം നടക്കുന്നു. അതിനെ മറികടക്കാൻ വേണ്ടി അവർ നടത്തുന്ന ശ്രമങ്ങളാണ്. ഈ ശ്രമങ്ങളുടെ ഇടയിൽ ഒരുപാട് കോമഡികൾ കടന്നുകൂടുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു സാധനം. ഒരു ചെറിയ ഗ്രാമത്തിൽ കല്യാണം ആയിക്കോട്ടെ, മരണമായിക്കോട്ടെ, അങ്ങനെ ഏതൊരു പബ്ലിക് ആയിട്ടുള്ള ഒരു സാധനമായിരുന്നാലും നാട്ടുകാരെല്ലാവരും ഒരുമിച്ച് കൂടുന്നു. അതിനിടയിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് കടന്നു വരുന്നുണ്ട്. ഇൻ്റർവെല്ല് വരെയും ചിരിച്ചു മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പെർഫോമൻസും ഇതിൻ്റെ റിയാക്ഷനുമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കാസ്റ്റിംഗ് ക്രൂ നടത്തിയ ആരായിരുന്നാലും അയാൾക്കൊരു ബിഗ് സല്യൂട്ടുണ്ട്. കാരണം ഇതിലെ ഒരു 80% ആർട്ടിസ്റ്റുകളും തിയേറ്റർ ആർട്ടിസ്റ്റുകളാണ് എന്ന് കൃത്യമായിട്ട് അവരുടെ പെർഫോമൻസിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. കാരണം ഇതിലൊരു സീനുണ്ട്, അത് ഇങ്ങനെയാണ്: നീ അത് കണ്ടോ എന്ന് ഒരാൾ ചോദിക്കുന്നു. അപ്പോൾ അതിന് ആൻസർ ചെയ്യുകയാണ്, ഇല്ല ഞാൻ കണ്ടില്ല. ഇതിൻ്റെ ബാക്കിൽ നിൽക്കുന്നവൻ അതിൻ്റെ റിയാക്ഷൻ ഇടും മുഖം കൊണ്ട്. ചിലപ്പോൾ ചിലവർക്കാണെങ്കിൽ അത് ചിലപ്പോൾ ഗോഷ്ടിയായിട്ട് തോന്നും. പക്ഷേ ആ സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള ആ ഒരു സാധനം ഉണ്ടല്ലോ, കിടിലം. കാരണം ഇതിലെ ആൾക്കാർ എങ്ങനെ പെർഫോം ചെയ്തെന്ന് എനിക്കൊരു പിടിയില്ല. അത്രയ്ക്ക് റിയലിസ്റ്റിക് ആയിട്ട് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഡയറക്ടർ 4-5 ക്യാമറ എടുത്ത് അവിടെ എടുത്ത് ഫിറ്റ് ചെയ്തിട്ട് ഓക്കെ ആക്ഷൻ ക്യാമറ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പെർഫോം ചെയ്തോ എന്ന് പറഞ്ഞ് എനിക്ക് അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. കാരണം ഇതിനൊരു സ്ക്രീൻ പ്ലേ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം 1 by 1 ആയിട്ട് ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കത്തിൽ സ്വല്പം ചെറിയ ഒരു ലാഗ് എനിക്ക് തോന്നി. കാരണം നമ്മൾ എന്താണ് സംഭവം എന്ന് മനസ്സിലാകാതെ നമ്മൾ അന്താളിച്ചാണല്ലോ ഇരിക്കുന്നത്. തിയേറ്ററിൽ കയറുമ്പോൾ ആ ഒരു സിനിമ തുടങ്ങി ഒരു 10-12 മിനിറ്റ്, ഒരു 15 മിനിറ്റ് താഴെ ആ ഒരു ലാഗ് ഒഴിച്ചാൽ ഈ സിനിമ ഇൻ്റർവെല്ല് വരെ ചിരിച്ച് മരിച്ച്, ഞാൻ സത്യമായിട്ട് ചിരിച്ച് മരിച്ച്. നമുക്ക് ഒന്ന് മനസ്സറിഞ്ഞ് ഒന്ന് ചിരിക്കാൻ വേണ്ടിയാണല്ലോ നമ്മൾ സിനിമ കാണാൻ പോകുന്നത്. അതിന് പറ്റിയ സാധനം, കിടില സാധനം വെച്ചാൽ കിടുക്കാച്ച സാധനം. ഇതിൽ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. ഇമോഷനുണ്ട്, കോമഡിയാണ് ഹൈലൈറ്റ്. കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റുവേഷൻ കോമഡി, കിടുക്കാച്ച സാധനം. എല്ലാം കിടിലമായിട്ട് വർക്കൗട്ടായിട്ടുണ്ട്. കോമഡികളെല്ലാം കിടിലം. ഒരു 90% കോമഡിയും എനിക്ക് നന്നായിട്ട് വർക്കൗട്ടായിട്ടുണ്ട്. ഓക്കെ, അവസാനം മാത്രം എനിക്ക് സെക്കൻഡ് ഹാഫിലാണ് എനിക്ക് ചിലയിടത്ത് മാത്രമാണ് എനിക്ക് ചില കോമഡികൾ അത്ര എനിക്ക് ചിരി വന്നില്ല, അത്രേ ഉള്ളൂ. ബാക്കി ഒരു 90% ചിരി പടർത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, അതിൻ്റെ BGM എനിക്ക് തോന്നുന്നത് അത് ഒരു മലയാളിയാണെന്നാണ് ഞാൻ കേട്ടത്. സന്ദീപ് തുളസീദാസ്. മോനെ, കിടുക്കാച്ചി സാധനം. ഒരുപക്ഷെ സൗത്ത് ഇന്ത്യയിൽ ചിലപ്പോൾ സന്ദീപ് കൂടി അറിയപ്പെടും. ഒരു അനിരുദ്ധോ അല്ലെങ്കിൽ ജേക്ക് ബിജോയോ പോലെ നമുക്ക് അറിയപ്പെടുന്ന ഒരു കിടിലം മ്യൂസിക് ഡയറക്ടർ ആയിരിക്കും സന്ദീപ്. അതിൽ യാതൊരു സംശയമില്ല. കാരണം ഓരോ ക്യാരക്ടർ കാണിക്കുമ്പോൾ ആ ക്യാരക്ടറിന് നമ്മുടെ ആട് സിനിമയില്ലേ, ആട് സിനിമയിൽ ഓരോ കഥാപാത്രങ്ങൾ വരുമ്പോൾ, പാപ്പം വരുമ്പോൾ ഒരു മ്യൂസിക്, അങ്ങനെ ഓരോ കഥാപാത്രങ്ങൾ വരുമ്പോൾ ഓരോ മ്യൂസിക് ഉണ്ടല്ലോ. അതേപോലെ ഓരോന്നിനും ഓരോ മ്യൂസിക്കും ഓരോ പാട്ടും, ചെറിയ പാട്ടുകളിൽ അതിൽ ഈ അളിയൻ്റെ ഒരു പാട്ടുണ്ട്. പാട്ട് 2-3 വേർഷനുണ്ട്. അത് ഒരേ സാധനം തന്നെ 2-3 വേർഷനുണ്ട്.
അത് നല്ല രസമുണ്ടായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ക്ലൈമാക്സ് എത്തുമ്പോൾ കുറേ ഇമോഷൻസൊക്കെ ഉണ്ട്, പിന്നെ കുറേ ലവ് ട്രാക്കുണ്ട്. രവിയണ്ണൻ്റെ വലിയ ഫാനായിട്ട് ഞാൻ മാറിയിട്ടുണ്ട്. കാരണം അങ്ങനെ ഒരു സിനിമ ഞാൻ ഇതിന് മുമ്പ് കണ്ടിട്ടില്ല. രവിയണ്ണൻ എന്ന് പറയുന്ന അയാളുടെ ആ ഒരു, ഞാൻ വലിയ ബിഗ് ഫാനാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഷാൻ ഗൗതം അങ്ങനെ എന്തോ ആണ്. അദ്ദേഹം സൂപ്പർ കിടിലം എന്ന് വെച്ചാൽ കിടിലം. അദ്ദേഹത്തിൻ്റെ കോമഡി, അദ്ദേഹം വളരെ സീരിയസ് ആയിട്ടാണ് ചെയ്തത്, പക്ഷെ അദ്ദേഹം എല്ലാം കോമഡി ആയിട്ടാണ്. നമ്മളിപ്പോൾ എന്താ പറയുക, ചില സാധനങ്ങൾ ആൾക്കാർ സീരിയസ് ആയിട്ടാണല്ലോ ചെയ്യുന്നത്, അത് കാണുന്നവന് അത് കോമഡി ആയിട്ട് തോന്നും. ആ കോമഡിയും അതിൻ്റെ ടൈമിങ്ങും ഒക്കെ കിടിലം. പിന്നെ ഇതിൻ്റെ സംവിധായകൻ ആയിട്ടുള്ള JP തുമ്മിനാടോ അങ്ങനെ എന്തോ ഒരു പേര്, യെസ്, അയാളും കിടിലമാണ്, അടിപൊളിയായിരുന്നു. പിന്നെ ഫീമെയിൽ ക്യാരക്ടർ ചെയ്തിട്ടുള്ള സൂപ്പറായിട്ട് എനിക്കിഷ്ടപ്പെട്ടു. പടത്തിൻ്റെ മൂഡിനനുസരിച്ചിട്ടുള്ള കളറിങ് ആൻഡ് സിനിമഗ്രാഫി, ആ ഗ്രാമത്തിൻ്റെയൊക്കെ ഭംഗിയുണ്ടല്ലോ, ഇത്രയും കിടിലമായിട്ട് ക്യാൻവാസിൽ പകർത്താൻ സാധിച്ചത് എന്തോ ചന്ദ്രശേഖരൻ എന്തോ ആണ് സിനിമഗ്രാഫി ചെയ്തിരിക്കുന്നത്. പിന്നെ രവിയണ്ണൻ, അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ നല്ല കിടിലം കോമഡി, ഇമോഷൻ ആയിക്കോട്ടെ, അവസാനത്തെ അദ്ദേഹത്തിൻ്റെ മാസ് സീനായാലും കിടുക്കാച്ചി. അദ്ദേഹത്തിന് ഇത്രയും വലിയ ഫാൻസ് ഉണ്ടാകുക എന്ന് ഞാനിപ്പോഴാണ് അറിഞ്ഞത്. അദ്ദേഹത്തിന് ഇത്രയും വലിയ കിടിലം സോഷ്യൽ മീഡിയയിലൊക്കെ ഇത്രയും വലിയ ഫാൻസ് ഉണ്ടായെന്ന് ഞാനിപ്പോഴാണ് അറിയുന്നത്. അദ്ദേഹത്തിൻ്റെ അവരുടെ മാനറിസം ഉണ്ടല്ലോ നല്ല കിടിലം. പിന്നെ അദ്ദേഹത്തിൻ്റെ ടൈമിങ്ങും പെർഫോമൻസ് ഭയങ്കര സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ പിന്നെ ഇതിൻ്റെ സംവിധായകൻ JP തുമ്മനാട്, അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറും അടിപൊളിയാണ്. അതുപോലെ തന്നെ സ്ക്രീനിൽ കൊണ്ടുവന്നിട്ടുള്ള കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. മെയിൻ ക്യാരക്ടർ അല്ലാതെ ഒരുപാട് സബ് ക്യാരക്ടറായിട്ടുള്ള ഒരുപാടുണ്ട്. ഈ അശോകണ്ണൻ്റെ പിന്നെ മാതാപിതാക്കൾ, പിന്നെ പെങ്ങൾ, പിന്നെ ചായക്കടയിൽ ഇരുന്ന് ചായ കുടിക്കുന്ന കണ്ണ് കാണാത്ത അപ്പൂപ്പ, അങ്ങനെ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് കടന്നു വരുന്നുണ്ട്. അതോടൊപ്പം പിന്നെ രാജ്ബി ഷെട്ടിയുടെ ഗുരുജി എന്ന കഥാപാത്രം, അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങളെല്ലാം തന്നെ സ്ട്രോങ് ആണ്, എല്ലാവരും കോമഡിയുമാണ്. മൊത്തത്തിൽ ഒരു ഫീൽ ഗുഡ് കോമഡി, ഇമോഷൻ, മാസ് എല്ലാ സാധനവും ഉള്ള ഒരു കിടില സിനിമ. എല്ലാവർക്കും ഇരുന്ന് കാണാൻ പറ്റിയ ഫാമിലി ആയിട്ട് തന്നെ പോയിരുന്ന് കാണാൻ പറ്റുന്ന ഒരു കിടുക്കാച്ചി സിനിമയാണ് ഇത്. എനിക്ക് തോന്നുന്നത് ഇത് ഒരിക്കലും നമ്മൾ OTTയിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യേണ്ട ഒരു സാധനമല്ല. ഒരു അത്രയ്ക്ക് നല്ല മനോഹരമായിട്ടുള്ള ഒരു 2.5 മണിക്കൂർ നന്നായിട്ട് രസിക്കാൻ പറ്റുന്ന ഒരു നല്ല കിടില സിനിമ. ഒരു 5ൽ ഒരു 4 പോയിൻ്റൊക്കെ കണ്ണും പൂട്ടി കൊടുക്കാൻ പറ്റുന്ന ഒരു കിടുക്കാച്ചി സിനിമയാണ് സൂ ഫ്രം സോ. താങ്ക് യു.